സീപ്ലെയിൻ പദ്ധതിക്കെതിരെ ജില്ലാ കളക്ടർക്ക് വനം വകുപ്പിന്റെ കത്ത്. സീപ്ലെയിൻ ഇറങ്ങുന്ന മാട്ടുപ്പെട്ടി ഡാം അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ്. ഡാം ആനത്താരയുടെ ഭാഗമാണെന്നും വന്യജീവികളുടെ ആവാസ മേഖലയിൽ സീപ്ലെയിൻ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്നും വനം വകുപ്പ്. രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ വനം വകുപ്പ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നു, പരിസ്ഥിതി പ്രവർത്തകർ എതിർപ്പ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കും എന്നാണ് തുടക്കം മുതൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കാൻ മന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്? മോത്തി, ഇതൊരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു പദ്ധതിയാണ് സീപ്ലെയിൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ സീപ്ലെയിൻ പദ്ധതിയെ പൂർണ്ണമായും പരിസ്ഥിതി പ്രവർത്തകരോ വനം വകുപ്പോ എതിർക്കുന്നില്ല. പക്ഷേ മാട്ടുപ്പെട്ടി ഡാമിൽ ഈ സീപ്ലെയിൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അവിടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. 3 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളോ ദേശീയോദ്യാനങ്ങളോ ഈ സമീപത്തുണ്ട്. ആനമുടി ശോല, അതോടൊപ്പം തന്നെ ഇരുവിക്കുളം നാഷണൽ പാർക്ക്, പാമ്പാടി ശോല, കുരിശുമല ഉദ്യാനം ഉൾപ്പെടെയുള്ള വനമേഖല ഇതിന് സമീപത്തുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ആനമല ശോലയിൽ നിന്ന് ഏതാണ്ട് എയർ ഡിസ്റ്റൻസ് 3.5 കിലോമീറ്റർ മാത്രമാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ളത് എന്ന് വനം വകുപ്പ് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം പടയപ്പ അടക്കമുള്ള കാട്ടാനകളുടെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഈ മാട്ടുപ്പെട്ടി ഡാമും അതിന് സമീപത്തുള്ള ഇൻഡോസിസ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള പുൽമേടുകളുമാണ്. നമ്മൾ പകൽ സമയത്ത് പോലും പോയാൽ അവിടെ കാട്ടാനകൾ ആ പുല്ല് മെഞ്ഞു നിന്ന് തിന്നുന്നത് കാണാൻ കഴിയും. അതിന് സമീപത്താണ് സീപ്ലെയിൻ ഇറക്കുന്നത്. സീപ്ലെയിൻ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം, അതോടൊപ്പം തന്നെ ആനകൾ ഈ ഡാം മുറിച്ചു കടക്കുമ്പോൾ, വിമാനം വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും വനം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ ഒരു പ്രദേശം, മൂന്നാർ ഉൾപ്പെടെയുള്ള ഒരു വന്യജീവികളുടെ ഒരു മേഖല എന്ന് പറയുന്നത് ജനവാസ മേഖല കഴിഞ്ഞാൽ വളരെ ചെറിയ പുൽമേടുകൾ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ പ്രദേശത്ത് കൂടി ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ അത് വർദ്ധിപ്പിക്കാൻ കാരണമാക്കും എന്ന കാര്യമാണ് വനം വകുപ്പ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതായത് സീപ്ലെയിൻ ഇറങ്ങുന്നതിന്റെ തലേ ദിവസമാണ് മൂന്നാർ DFO ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലഘൂകരിക്കാൻ ദേശീയ വന്യജീവി ബോർഡിന്റെ അംഗീകാരത്തോടു കൂടിയ ഒരു ലഘൂകരണ പദ്ധതിക്ക് കൂടി തയ്യാറാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് നിർബന്ധമാണ് എന്ന ഒരു കാര്യം വനം വകുപ്പ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അവിടെ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് പരിസ്ഥിതി പ്രവർത്തകരും അതോടൊപ്പം തന്നെ വനം വകുപ്പും ഉള്ളത്. തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു പ്രദേശത്തുണ്ടാകുന്ന കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ലഘൂകരണം എങ്ങനെയാണ് ഉണ്ടാവുക? ആ ലഘൂകരണ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് മോദി, ഇപ്പോൾ ആനത്താര എന്ന് പറയുന്നത് ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിന്റെ ചില ഒരു പ്രത്യേക സ്ഥലത്തുകൂടി, കൃത്യമായ ഒരു പ്രത്യേക സ്ഥലത്തുകൂടി മാത്രമാണ് ആന മുറിച്ചു കിടക്കുന്നത്. അതായത് ആനത്താര എന്ന് നമ്മൾ കരയിലൂടെ പറയുന്നത് പോലെ തന്നെ ആ വെള്ളത്തിലൂടെയും ആനത്താരയുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലവുമുണ്ട്, അത് തിരിച്ചു കയറുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വിമാനം ഇറക്കുന്നത് ഒഴിവാക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇത് എത്രത്തോളം റെഗുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്, നിയന്ത്രണ വിധേയമായി ഈ പദ്ധതിയെ എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വന്യജീവികളുടെ സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ പകൽ സമയത്ത് രാവിലെയും വൈകുന്നേരവും തീർച്ചയായിട്ടും വന്യജീവികൾ, പ്രത്യേകിച്ച് കാട്ടാനകൾ അടക്കമുള്ളവരുടെ കൂടുതൽ സാന്നിധ്യമുള്ള സമയമാണ്. അപ്പൊ അത്തരം സമയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രത്യേക പദ്ധതി, അത് വനം വകുപ്പും അതോടൊപ്പം തന്നെ KSEBയും ഇതുമായി ബന്ധപ്പെട്ട ഷേക്ക് ഹോൾഡേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് അത് തയ്യാറാക്കേണ്ടത്. അങ്ങനെ തയ്യാറാക്കി ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി മാത്രമേ ഈ പദ്ധതി അവിടെ നടപ്പിലാക്കാവൂ എന്ന ഒരു ആവശ്യമാണ്. അങ്ങനെ ചുറ്റുപാട് നിന്നൊക്കെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. ആനത്താരയാണ്, പരിസ്ഥിതി ദുർബല മേഖലയാണ്, വനം മേഖലയ്ക്ക് സമീപത്ത് ഇത്രയും ശബ്ദവും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന സീപ്ലെയിൻ എങ്ങനെയാണ് ലാൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ആശങ്ക പരിസ്ഥിതി പ്രവർത്തകർക്കും വനം വകുപ്പിനും ഒരുപോലെയുണ്ട്. അവിടെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രശ്നങ്ങളൊക്കെയും മുന്നിലുണ്ടായിട്ട് തന്നെയല്ലേ സീപ്ലെയിൻ ഇറക്കിയത്, ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആദ്യം വനം വകുപ്പിന്റെ സമ്മതം തേടിയില്ല? മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണമോ പഠനമോ നടത്താതിരുന്നത് എന്തുകൊണ്ട്? തിടുക്കപ്പെട്ട ഇത്തരത്തിലൊരു സീപ്ലെയിൻ പദ്ധതി അവതരിപ്പിച്ചത് എന്തിന്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇനി പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ ഇതിലൊരു പരിഹാരം, ലഘൂകരണം വന്നതിന് ശേഷം
പദ്ധതിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ അപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് തുടക്കം മുതലേ പറയുന്നു ഇതൊക്കെയും പരിഹരിക്കപ്പെടട്ടെ.